ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു അടിപൊളി ബീഫ് കറി ഉണ്ടാക്കാം. അതിനായിട്ട് 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി മഞ്ഞളും ഉപ്പ്, മുളക്, മല്ലി എന്നിവ പുരട്ടി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് നമ്മളത് കുക്കറിലേക്ക് ഇട്ട് ഒരു 6-7 വിസിൽ കേൾക്കുന്ന വിധം നല്ലതുപോലെ വേവിച്ചെടുക്കുക. അതിനുശേഷം ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക്, കുറച്ച് ഉലുവ എന്നിവ പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മുടെ വറ്റൽമുളക്, ഉള്ളി എന്നിവ ചേർത്ത് നല്ലതുപോലെ മൂപ്പിക്കുക. പിന്നെ നമ്മുടെ നാടൻ കറിവേപ്പിലയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ മിക്സിയുടെ ജാറിൽ ചെറുതായിട്ട് ചതച്ചെടുത്തത് കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കുക. ഇത് ചതച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഉണക്ക നല്ല മുളക് കൂടി പൊടിച്ചെടുക്കുക. കഴിവതും പെപ്പറിൻ്റെ പൊടി യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക. ബീഫിന് എപ്പോഴും നല്ല മുളക് ചതച്ച് തന്നെ ചേർക്കുന്നതാണ് ടേസ്റ്റ്. ഇത് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് വെച്ചേക്കുന്ന ചെറിയ ഉള്ളി, സവാള, കുറച്ച് പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉള്ളി നന്നായി വഴണ്ട് പാകമായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ചിട്ടിട്ട് അതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചപ്പോൾ അതിൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ട്. അത് കണക്കാക്കി വേണം ഇതിൽ കൂടി മഞ്ഞൾപ്പൊടി ചേർക്കാൻ. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി മൂപ്പിക്കുക. മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ മെഷർമെൻറ്റ് ഞാൻ പറയാത്തത് അത് അവരവരുടെ എരിവിനനുസരിച്ച് ചേർക്കാനാണ്. പൊടികളെല്ലാം മൂത്ത് വന്നതിന് ശേഷം ബീഫിന് ഏറ്റവും രുചി പകരുന്ന ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഈ മസാലയിലേക്ക് നമ്മൾ ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് നല്ല വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത്. ഇത് ബീഫിന് രുചി കൂട്ടും, മാറ്റുകൂട്ടും, വളരെ സൂപ്പർ കറിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതിൽ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് വേവിച്ചത്. ഇപ്പോൾ കൊണ്ടോ അതിൽ ഒരുപാട് വെള്ളം ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നെയ്യും എല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കണം. ബീഫിൻ്റെ നെയ്യൊന്നും ഒരിക്കലും വേണ്ടാന്ന് വെക്കരുത്. ബീഫിൻ്റെ നെയ്യ് മാറ്റിയാൽ അതിൻ്റെ കറിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിലൊരിക്കലും വിനാഗിരി ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. വിനാഗിരിയൊക്കെ ചേർത്താൽ കറിക്ക് ഒരു പുളിപ്പ് രസം അനുഭവപ്പെടും. അത് ബീഫിന് ഒരു അരോചകമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഞാൻ എൻ്റെ ശൈലിയിലാണ് വെക്കുന്നത്. വിനാഗിരി ചേർക്കുന്നവർ കാണും. അതുപോലെ തന്നെ തക്കാളിപ്പഴവും എൻ്റെ ബീഫ് കറിക്ക് ഞാൻ ചേർക്കാറില്ല. സത്യം പറഞ്ഞാൽ ഇറച്ചിക്കറിക്ക് പുളിപ്പ് ഒരു അരോചകമായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് തക്കാളിയും ചേർക്കാതിരിക്കുന്നത്. ഇങ്ങനെ തന്നെ ബീഫ് കറി വറ്റിച്ച് കഴിക്കുന്നതാണ് അതിൻ്റേതായ ടേസ്റ്റ് നമുക്ക് തോന്നുന്നത്.
പിന്നെ ഈ കറിയുടെ എരിവെല്ലാം പിടിക്കാനായിട്ടും ആ കറിക്ക് ഒരു നല്ല കട്ടി കറിക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരു 10-25 മിനിറ്റെങ്കിലും മൂടി വെച്ച് നന്നായിട്ട് ചെറു തീയിലിട്ട് വേവിക്കുക. ഒരു 25 മിനിറ്റിന് ശേഷം കറി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പച്ച വെളിച്ചെണ്ണ, ബീഫിൻ്റെ രുചി കൂട്ടുന്ന ഒരു മെയിൻ ഐറ്റമാണ് പച്ച വെളിച്ചെണ്ണ. അത് നന്നായി ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ആട്ടിപ്പൊളി ബീഫ് കറി റെഡിയായി കഴിഞ്ഞു. നല്ല ചോറും ബീഫും ഒരിത്തിരി ചീനി കൂടെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കും.